പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പല രീതിയിൽ ഇത് ഉണ്ടാക്കാമെങ്കിലും ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിൽ 1/2 കപ്പ് തൈര് ഒഴിക്കുക. തൈര് ഫോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ നല്ലതായി ഉടച്ചെടുക്കുക. ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ എടുക്കുന്ന അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇനി ഉടച്ചെടുത്ത തൈരിലേക്ക് 1 കപ്പ് വറുത്ത റവ ഇടുക. തൈരിൻ്റെ ഇരട്ടി വേണം റവയുടെ അളവ്. അതുപോലെ ഇതിലേക്ക് 1 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ച് നന്നായി ഇളക്കുക. റവ കുതിരുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് റവ അടച്ച് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് റവ മിക്സ് ചെക്ക് ചെയ്യുക. റവ വെള്ളമെല്ലാം വലിച്ചെടുത്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോൾ ഒന്നുകൂടി ലൂസാകും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സബോള ഇടുക. സബോള ഇട്ടതിന് ശേഷം 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി ചേർക്കുക. കൂടെ കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ 1 പച്ചമുളക് അരിഞ്ഞതും ചേർക്കുക. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഇഞ്ചി ചെറുതായി അരിയുകയോ ഗ്രേറ്റ് ചെയ്യുകയോ ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഈ സമയം സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വെക്കുക. ഇഡലിത്തട്ടിൽ ഓയിൽ പുരട്ടി സ്റ്റീമറിൽ വെക്കുക. അടുത്തതായി റവ വെജിറ്റബിൾ മിക്സിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ചേർത്താൽ കൂടുതൽ സോഫ്റ്റ് ആകും. ഈ ബാറ്റർ ഇപ്പം ഇഡലിത്തട്ടിൽ കോരി ഒഴിക്കാൻ പാകമായിട്ടുണ്ട്. ഇഡലിത്തട്ടിലേക്ക് മാവ് ഒഴിക്കുക. അടച്ചു വെച്ച് 10 മിനിറ്റ് നന്നായി സ്റ്റീം ചെയ്യുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഇഡലി തയ്യാറായി. തട്ടിൽ നിന്ന് ഇത് പെട്ടെന്ന് ഇളകി വരും. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റാണ്. കടുക് വറുത്ത് വെജിറ്റബിൾസ് അതിലിട്ട് വഴറ്റി റവ മിക്സിൽ ചേർത്താലും ഇഡലി ഉണ്ടാക്കാം. എന്നാൽ ഈ മെത്തേഡ് വളരെ ഈസിയാണ്. ഇങ്ങനെ പോഷകഗുണങ്ങൾ ഏറെയുള്ള ഈ ഇഡലി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.